ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായില്ലേ നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ഇപ്പോൾ എപ്പോഴും ഷോർട്സ് അല്ലേ. അപ്പോൾ ഇന്നൊരു ദിവസം നമുക്ക് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് ഈ ഓട്ടോയിൽ പോകണമെന്നല്ലേ, നമ്മൾ ജിമ്മിൻ്റെ അങ്ങോട്ടാണ്. നമ്മളിന്ന് ജിമ്മിൽ നിന്ന് ട്രിപ്പ് പോവാണ് ഞാനും അമ്മയും. അപ്പോൾ 8 o'clock ബസ്സിൽ കയറിയിട്ടുണ്ട്. ഗൈസ്, എൻ്റെ ലിപ് മൂവ്മെൻറ്റ് ചെറുതായിട്ട് വ്യത്യാസം വരുന്നുണ്ടല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ മൈക്ക് ഓണാക്കാൻ മറന്നു പോയിട്ടോ. അങ്ങനെ ചെറിയൊരു ട്രാജഡി സംഭവിച്ചതാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഫസ്റ്റ് ബസ് കയറിയിട്ട് അറ്റൻഡൻസ് വിളിക്കായിരുന്നു കേട്ടോ, എല്ലാവരും ഇല്ലേന്ന്. ഇത് നമ്മുടെ യോഗ മാമാണ്. അങ്ങനെ സ്കൂളിലത്തെ കുട്ടികളെ പോലെ ഓരോരുത്തരെ വിളിക്കുമ്പോൾ പ്രസൻറ്റ് മാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പാട്ട് വെച്ചപ്പോഴേക്കും ഇവിടുന്ന് സീറ്റിൽ തന്നെ എല്ലാവരും രാവിലെ തന്നെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ കളിക്കാത്ത ആൾക്കാരാണ്, എത്ര ഷൈ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ പാട്ട് കേട്ടാൽ അപ്പം ഇറങ്ങുമല്ലോ എല്ലാവരും. അപ്പം ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് തനിമേൽക്കാണ്. എനിക്കൊരു ചാനലുണ്ട്, അപ്പോൾ എനിക്കൊരു ചാനലുണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഉണ്ണിവാവ വ്ളോഗ്സ് മിനി ആൻറ്റി ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ നമ്മുടെ സീമാൻറ്റി, നമ്മുടെ ട്രെയിനർ, നമുക്ക് വട കൊണ്ടുവന്ന് തന്നു കേട്ടോ. സീമാൻറ്റി നമ്മുടെ ട്രെയിനർ വടയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇനി മാത്രം വട കഴിക്കാൻ പാടുള്ളൂ, നാളെ വല്ല ഫുൾ ഡയറ്റ് തുടങ്ങണം എന്നാണ്. നല്ല ഉഴുന്നുവടയാണ്, വിഷമിരിക്കുകയായിരുന്നു. അപ്പോൾ ഉഴുന്നുവട കഴിക്കുമ്പോൾ ഭയങ്കര രാവിലെ ഞാൻ ഒരു ദിവസം കഴിച്ചു, നേരത്തെ രാവിലെ നമുക്ക് അധികം പോയി തരാം. അമ്മ അപ്പുറത്തുണ്ടായിട്ടാണ്. അങ്ങനെ നമ്മൾ തനിമയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ 2 പാക്കേജാണുള്ളത്, ഒന്ന് നോർമൽ പാക്കേജും ഒന്ന് പ്രീമിയം പാക്കേജും. ഞാനും അമ്മയും പ്രീമിയമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, കാരണം എനിക്ക് ഗോകാർട്ട് പ്രീമിയത്തിലാണുള്ളത് പറഞ്ഞപ്പോൾ എനിക്ക് ഗോകാർട്ട് കുറേ ആയി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രീമിയം ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടി അവിടെ 2 പേര് ഓൾറെഡി റെഡി ആയിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഗൈഡ്സാണ്. ഇവിടെ ആര് വരികയാണെന്നുണ്ടെങ്കിലും, ഒരു ഫാമിലി ആയിക്കോട്ടെ അതായത് ഫ്രണ്ട്സായിട്ട് എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഗൈഡ്സ് ഉണ്ടാവും കേട്ടോ. ഇവരുള്ളത് കൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, കാരണം എല്ലായിടത്തേക്കും പോവാനും പിന്നെ ഇവർ തന്നെ നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തരും. ഇത് അമ്മായിയാണ് കേട്ടോ, കാണാൻ ചെറുപ്പമുള്ളൂ പക്ഷെ വളരെ പ്രായമുണ്ട് കേട്ടോ. ഇവിടെ അതെ കാണാൻ ചെറുപ്പമുള്ളൂ പക്ഷെ അവർക്ക് പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കിടന്നാണ്ടല്ലോ ഫുള്ളൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലം എന്നൊക്കെ പറയാം. ഫുള്ള് പ്ലാന്റ്സ് പലതരം ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഉണ്ട്. നമ്മളിവിടെ പല സ്ഥലത്തേക്കും ടൂർ വന്നിട്ടുണ്ട്. തനിമ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. തനിമ ഞങ്ങൾ മുന്നേ ഒരു തവണ നോക്കിയിരുന്നു ഫാമിലിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പം അന്ന് എന്താ സംഭവിച്ചു വെച്ചാൽ അന്ന് ഇവിടെ നമുക്ക് അധികം അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സംഭവം അങ്ങനെയാണെന്നൊന്നും. നമ്മളിനി കോണ്ടാക്ട് ചെയ്യാമല്ലേ വരാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് ജിമ്മിൽ നിന്ന് ട്രിപ്പ് ഇങ്ങടാന്ന് പറഞ്ഞത്. അപ്പം ഇനി നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ പോകണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങ് പോവാം. നമുക്കിവിടെ എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടിയത് പൈനാപ്പിൾ ജ്യൂസ് കേട്ടോ. പക്ഷേ ഗ്ലാസ് കാണാൻ അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു ഫീൽ കേട്ടോ. ഗ്ലാസ്സിന് നല്ല രസമുണ്ട്, ചിരട്ടയുടെ ഗ്ലാസ്സാണ്. ഇവിടെ ഫുൾ ഓർഗാനിക് ആയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങൾ ഐറ്റംസാണ്, അതാണ് ചിരട്ടയുടെ ഗ്ലാസ് തോന്നുന്നത്. ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ ഗൈഡ്സ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരും, അവിടുത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും ഈ ഫാം വില്ലേജിനെ കുറിച്ചിട്ടും ഒക്കെ. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് സ്കൈ സൈക്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനാണ് പോണത്. സ്റ്റെപ്പ് കയറി പോവുകയാണ്, മുകളിലാണ്. ഫസ്റ്റ് ടൈമാണ്. പിന്നെ 2 പേര് കയറണോ 1 പേര് കയറണോ എന്നറിയില്ല. കുറേ റൗണ്ടായി കയറണം കേട്ടോ, ഈ സ്റ്റെപ്പ് കയറി എത്തണില്ല.
സ്കൈ സൈക്ലിംഗ് എന്തായാലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്നല്ലേ, നമുക്ക് അവിടെ കുടുങ്ങിക്കഴിഞ്ഞാലും ഒരു പേടിയും വേണ്ട, ഹെൽപ്പിനായിട്ട് അവിടുത്തെ സ്റ്റാഫുകളുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ സിപ്പ് സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത സാഹസത്തിലേക്ക് തീർക്കതാണ്. ബോട്ടിംഗ് ആണ് കേട്ടോ. അയ്യോ കാല് കടയുണ്ടോ. അതെ, അയ്യോ സൈക്ലിങ്ങിലെ കാലിന് പണിയെടുത്ത് ഇവിടെ വന്നിട്ടും ജിമ്മിന്റെ എഫക്റ്റ് ആണല്ലോ. ഓക്കെ, പക്ഷെ നല്ല രസമുണ്ട്. പക്ഷെ ഇതിന് നല്ല ആഴുണ്ട് കേട്ടോ. കയാക്കിങ്ങിന് എനിക്കിഷ്ടമാണ്, പക്ഷെ സ്വിമ്മിങ് അറിയുന്നവർക്കേ പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ അമ്മ പോയിക്കോളും, എന്നെ കൊണ്ട് പറ്റില്ല. ഇതിന്റെ മുകളിൽ കൂടിയാണ് കേട്ടോ ഞങ്ങള് സിപ്പ് സൈക്ലിംഗ് പോയിരുന്നത്. ആ കാണുന്ന റോപ്സിലൂടെയാണ്. അടുത്തത് ഞാൻ കാത്തിരുന്ന റൈഡാണ് ഗോകാർട്ട് കേട്ടോ. ഗോകാർട്ട് പക്ഷേ ഇവിടെ നമുക്ക് അധികം സ്പീഡില്ല, കാരണം സേഫ്റ്റി കാര്യങ്ങൾ വെച്ചിട്ട്. ബട്ട് നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ഫണ്ണായിരുന്നു. ആൻഡ് ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഓ പറയാൻ ഞാനിപ്പോൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇടലിടും നമ്മളെ. അത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതാവും എന്നറിയില്ല, പക്ഷെ ഭയങ്കര ഇതായിരുന്നു. നമ്മൾ ശരിക്കും നിലത്ത് വീണു എന്ന് തന്നെ വിചാരിക്കും. നമ്മളെ ഒരു മോളിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ താഴേക്ക് എറിയുന്ന ഫീലാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ്മെൻറ്റ് തരും. റിഫ്രഷ്മെൻ്റ് ആയിട്ട് ഇവിടെ തരുന്നത് മോരും വെള്ളമാണ്. ഈ മൺകലത്തിൽ വെച്ചുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കുറേ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ള അത്ര കുടിക്കാം. ഇനി അടുത്തത് ഈ റൈഡാണ് 360 ഡിഗ്രി സൈക്ലിങ്. ഈശ്വര, ഇതും ഏട്ടനോട് പെഡൽ ചെയ്യാൻ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് സഹായിക്കുന്നില്ല, കാരണം പേടിച്ചിട്ട് പെഡൽ ചെയ്യാനൊന്നും സഹായിക്കില്ലല്ലോ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് തലകുത്തനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ഒരു പേടി വരും, വീഴില്ല എന്നറിയാം, എന്നാലും ഒരു ഭയം. പക്ഷെ ഈ എല്ലാ ആക്ടിവിറ്റീസും ഞാനും അമ്മയും ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇതുവരെ ഞങ്ങൾ ഇതിലൊന്നും കയറിയിട്ടില്ല. ഇവിടെ എത്തിയിട്ടാണ് ഫസ്റ്റ് ടൈം ഇതിലൊക്കെ കയറുന്നത്. പിന്നെ അവിടെ കുറേ ഫാമുകളുണ്ട്, അതായത് ഡോഗ്സിൻ്റെ, ക്യാറ്റ്സിൻ്റെ, അങ്ങനെ പല ബേർഡ്സിൻ്റെ പല പല സെക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒക്കത്തിനെയും നമുക്ക് ഫീഡ് ചെയ്യാനും പറ്റും, ഒക്കത്തിനെയും നമുക്ക് തൊടാനും കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അവർ ഗ്ലൗസൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ ഉണ്ടല്ലോ കിഡ്സ് പാർക്കിലൊക്കെ കാണുന്ന ട്രെയിനില്ലേ, അത് ഇവിടെയുണ്ട്. നമുക്കതിൽ കയറാം കേട്ടോ. അതിൽ കിഡ്സിന് മാത്രമേ കയറാൻ പാടുള്ളൂ എന്നില്ല, എല്ലാവർക്കും കയറാം. സാധാരണ നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല, കാരണം കിഡ്സ് പാർക്ക് ആയതുകൊണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് എല്ലാവർക്കും കയറാം. പിന്നെ ഇത് അടുത്ത ആക്ടിവിറ്റിയാണ് സിബ് ലൈൻ. ഇതും ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇതിലൊരു കുഴപ്പമില്ല, നമ്മൾ തന്നെ ഇങ്ങനെ ആരും വലിച്ചു കൊണ്ടുപോകണ പോലെ ഉണ്ടാവും. നമുക്കിങ്ങനെ കൈയൊക്കെ വിട്ട് പിടിക്കാണ്ട് തന്നെ ഇരിക്കാം കേട്ടോ. ഭയങ്കര സേഫ്റ്റിയാണ്. സത്യം പറഞ്ഞാൽ മുകളിൽ നിന്നിട്ട് എല്ലാം കാണുന്ന പോലെ ഇതിൽ ഇങ്ങനെ പോകുമ്പോൾ എല്ലാം കാണാം കേട്ടോ. നമുക്ക് അവിടെയുള്ള താഴെയുള്ള എല്ലാം കാണാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് നമ്മൾ എന്തായിരുന്നു, സിപ്പ് ലൈൻ. നല്ല രസമുണ്ടായിരുന്നു എല്ലാം. ഫുഡ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അയ്യോ എന്ത് വെയില. അതെ, ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പൂച്ചക്കുട്ടികളെ കാണിച്ചു തരാം. കുറേ കുഞ്ഞു കുട്ടികളുണ്ട് കേട്ടോ. കടന്ന് ഉറങ്ങണം, നോക്കിയൊക്കെ. അപ്പോൾ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ ഇവിടെ തന്നെ ഇവരുണ്ടാക്കണം ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഫുഡ് നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല, സ്വിച്ച് ഓഫിൻ്റെ ഒരു വക്കിലായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞ്, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും എടുത്തേനെ. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്ന നേരത്ത് കൊണ്ടുപോയിട്ട് ചാർജിന് വെച്ചതാണ്. ഇപ്പോൾ എടുത്തിട്ടുള്ളൂ ഫോണ്. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഫുഡ് എടുക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ക്ലിപ്പ് നമുക്ക് മിനി ആൻറ്റി ഷെയർ ചെയ്ത് തന്നാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഞാൻ ഫിഷ് ഉണ്ടാവും, ചിക്കൻ കറി ഉണ്ടാവും, ഫിഷ് ഫ്രൈ ഉണ്ടാവും, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഗൈഡ് ഉണ്ട്, നമ്മുടെ കൂടെ നടക്കാൻ 2 ഗൈഡും. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു വീഡിയോഗ്രാഫറെ പോലെ ഒരാൾ പിന്നാലുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ട്, ഒരു ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ആൾക്കാരുണ്ട്. അതെ, അപ്പൊ നമ്മൾ ആക്ടിവിറ്റീസിൽ എന്ത് പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഫോണെന്നുണ്ടെങ്കിൽ അവരെടുക്കുന്നുണ്ട് കേട്ടോ. അവരെടുത്തിട്ട് നമുക്ക് തരുന്നതാണ്. ഈ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ഒരു മഴയത്ത് പോയി നിൽക്കുന്ന ഫീൽ. മഴ കൊള്ളുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നോക്കിയൊക്കെ കണ്ടോ, ഈ മഞ്ഞ് പോലുള്ളതൊക്കെ വെള്ളത്തുള്ളികളാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. സംഭവം വാട്ടർ സ്പ്രിങ് ആണ്, അടിപൊളിയുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം ഞാൻ അങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മൂന്നാറിലെത്തി അവിടത്തേക്ക്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ കയറുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ഹൈറ്റ് അതിന് സെറ്റാവില്ല. നമ്മൾ സ്വയം ഹുക്ക് മാറ്റിയിട്ടിട്ട് വേണം പോവാൻ. അതുകൊണ്ട് നമുക്കത് സെറ്റാവില്ല. അതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല. അമ്മ അങ്ങോട്ട് നോക്കിയ ഒട്ടകം നോക്കിയത്, ഒട്ടകം. ഗൈസ്, നമ്മള് എന്താ എവിടെ പോട്ടെ? ഞാൻ കുതിരപ്പുറത്ത് വീണത് ചെറുതുരുത്തി നീല. അയ്യോ, ലാഡറിലൊക്കെ കേറിട്ടോ. ഞാന് അതിൽ കേറിയിട്ട് വേണം ഇതോ. അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് ഒട്ടകത്തിന്റെ മുകളിൽ കയറണം എന്നുണ്ട്. ബട്ട് അന്ന് ആ ഒരു കുതിരപ്പുറത്തുനിന്ന് വീണേന്റെ ഒരു ട്രാജഡിയിലാണ് പിന്നെ കേറിയിട്ടില്ല. ഞാൻ കേറാൻ പോവാണ്. അതെയോ? ഓക്കെ. മാത്രം ഒരു പാവ ഒട്ടകം കേട്ടോ. എല്ലാവരും പൊതുവെ ചെയ്യത്തുണ്ട്. സംഭവം വലിയ ബാക്കിലൊരു വൈറ്റ് കളർ കണ്ടില്ലേ, അത് ലാഡറാണ്. ഇതുള്ളതുകൊണ്ട് നമുക്ക് സുഖമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ അവർ നിൽക്കുക. അങ്ങനെ റൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്നിങ്ങനെ ഊഞ്ഞാലാടം നല്ല രസമുണ്ട് കേട്ടോ. ഒരു ഫുൾ പ്രകൃതി ഭംഗിയായ രസമുള്ള, എങ്ങനത്തെ പറയുക, പ്രകൃതി ഭംഗി രമണീയമായുള്ള സ്ഥലം എന്നൊക്കെ പറയാട്ടോ. ഈവനിങ് ആയപ്പോൾ ഇവർ ടീയും സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോവാണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ നടന്നു പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകും കേട്ടോ. ടീയോ കോഫിയോ അങ്ങനെ ഇഷ്ടമുള്ള വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിക്കാം. പിന്നെ നല്ല പഴംപൊരി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെറിയൊരു കുഴലപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കോഫി ആയിരുന്നു പാലിനൊക്കെ ഇഷ്ടമല്ല. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത് കേട്ടോ. മിനി ഊട്ടിയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മിനി ഊട്ടിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഉമ്മറത്തെത്തിയിട്ട് ജസ്റ്റ് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഗ്ലാസ് ബ്രിഡ്ജിൽ കാണിച്ചു കേട്ടോ. ഇവിടെ എല്ലാവരും പൂളിൽ ഇറങ്ങിട്ടോ. ഇവിടെ നല്ല ആഴുണ്ട്. അതുകൊണ്ട് ഞാൻ നീന്തൽ എനിക്കറിയില്ല. ഓക്കെ, അമ്മ നീന്തൽ എടുത്തരാം. കാരണം എനിക്ക് പൂളിൽ ഇറങ്ങാൻ അറിയില്ല. ഞാൻ മുങ്ങിച്ചാവും. നമ്മുടെ വീഡിയോ എടുത്തരാം കേട്ടോ. ഇവിടെ ഇട്ട് കാലിട്ട് കളിക്കാനേ പറ്റില്ല കേട്ടോ. കാരണം 5 അടി ആണത്ര, 5 ഫീറ്റും സംതിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇറങ്ങിയാലും നടക്കില്ല. നമുക്കിങ്ങനെ കാലിട്ട് ഇരിക്കുന്നതിന് ഭേദമുള്ളൂ. അവിടെ ഒരു ചെറിയ സെക്ഷൻ ഉണ്ട് കേട്ടോ, 3 ഫീറ്റ് ഉള്ളത്. അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ബട്ട് ഇപ്പോൾ അവിടെ റീൽസ് എടുക്കുകയാണ് എല്ലാവരും. അമ്മ അവിടെ ഫുള്ള് നീന്തല്. ഒന്നും അറിയില്ല. നീന്തൽ അറിയാത്തതിൻ്റെ രോദനം. ഇതാണ് നമ്മുടെ ആദർശ്. നമ്മുടെ കൂടെ ഉണ്ടായതാണ് രാവിലെ മുതൽ. ഇതാണ് നമ്മുടെ ആദർശ്. പക്ഷെ നമ്മള് രാവിലെ മുതൽ നമ്മുടെ കൂടെ ഉണ്ടായത് ഇന്നതാണ്ട. കൂടുതൽ കറക്കണ്ടെന്നൊക്കെ പറഞ്ഞതുപോലെ ചെയ്ത് കൂടെ ഉണ്ടായത്. നല്ല പയ്യനാണ്. ഗൈഡ് എന്തായാലും അടിപൊളിയാണ്. ഞാൻ ആദർശിനെ തന്നെ വിളിക്കുള്ളൂ. ഞാൻ ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആദർശിനെ തന്നെ വിളിക്കുള്ളൂ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ടൈം 6:45 മുക്കാലായിട്ടാ. 6:45. ഇവിടുത്തെ സ്റ്റാഫൊക്കെ 5:30 വീട്ടിൽ പോകേണ്ടതാണ്. അത്രയും നമ്മളുള്ള കാരണം ലേറ്റ് ആയതുകൊണ്ട് അവരൊന്നും പോയിട്ടില്ല. നമ്മുടെ ഗൈഡുകൾ കേട്ടോ, നമുക്ക് 2 ഗൈഡിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും ഇവർ. സോ അവർ അപ്പോൾ ഇനി നമ്മൾ പോവാണ്, ബസ്സിൽ കയറാൻ പോവാണ്. ഇനി നേരെ വീട്ടിലോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ഒരു റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നാമത് മുടി നനച്ചിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി. അപ്പോൾ പിന്നെ റെയിൻ ഡാൻസിന് അങ്ങോട്ട് പോയില്ല. പിന്നെ വേഗം ഒരു ക്രഷ് വരണ്ടല്ലോ വിചാരിച്ചു അവിടെ ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ. വേഗം പോയി ഡ്രസ്സ് മാറ്റി കേട്ടോ. അമ്മയ്ക്ക് മുടി നനയ്ക്കണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, ബൊട്ടോക്സ് ചെയ്തുകൊണ്ട്.
നനയ്ക്കണ്ടെന്നുണ്ട്. പക്ഷേ എന്താണ് അമ്മ നനച്ചു, അറിയാണ്ട് വെള്ളത്തിൽ പെട്ട് നനഞ്ഞു പോയതാണ് കേട്ടോ. എന്നിട്ട് വേഗം അമ്മ പോയി ഡ്രൈ ചെയ്യിപ്പിക്കുക ചെയ്ത്. അപ്പം അമ്മ അങ്ങോട്ട് പോയില്ല. ഒരുപാട് ബിസ്ക്കറ്റ് വാങ്ങി കഴിച്ചു. അതെ, വിശപ്പുണ്ട്. എന്ത് വിശപ്പാണ്. ഇത് മാത്രം ഞാൻ കഴിച്ചു. ഹലോ, അപ്പൊ നമ്മള് ഏതോ ഒരു സ്ഥലം ഒന്നും എനിക്കറിയില്ല കേട്ടോ. എവിടെ എത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയിറക്കാണ്. ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ശബ്ദം കേൾക്കാണ്ട് അവിടുന്ന്. എന്തോ പ്രോഗ്രാം ഉണ്ട് തോന്നുന്നു. അങ്ങോട്ട് പോണേക്കാട്ടി ഡാൻസ് കോമഡി ആയിരുന്നു. ഇവിടെ തിരിച്ച് ജിമ്മിൽ എത്തിയിട്ട് ആള് പാട്ട് ഓഫ് ചെയ്തിട്ടായിരുന്നില്ല ഡ്രൈവർ. ഇവര് ഇറങ്ങുന്നില്ല സംഭവം പാട്ട് നിർത്താൻ. ബൈ. എന്തായാലും നല്ല വെറുതെ ഇരുന്നിട്ടില്ലേ. അതെ, അമ്മ സീറ്റിൽ നിന്ന് നീച്ചിട്ടേ ഇല്ല കേട്ടോ. വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വ്ളോഗിലിടുന്നുണ്ട്. ഒന്നുമില്ല, ബാണ്ടക്കെട്ടായിട്ട് തിരിച്ചു പോകണം. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ എങ്ങനെ ഡീസന്റ് ആയിട്ട് പോയത്. നിന്റെ അടുത്ത് എന്റെ അടുത്ത് പിന്നെ അവിടെ നിന്ന് ഒരു കിറ്റും മേടിച്ചത്. നല്ല ക്ഷീണുണ്ട്. പോലെ ആയിട്ടുണ്ട്. ഇതവൾക്ക് ഞങ്ങൾ കൊണ്ടുവന്ന കേട്ടോ. ഹലോ, അപ്പം ഉണ്ടല്ലോ നമ്മുടെ അവിടുന്ന് മേടിച്ച ബട്ടർ കുക്കീസാണ് കേട്ടോ. അവിടെ സംഭവം എല്ലാവരും നല്ല രസമുണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു അവിലിൻ്റെ കുക്കിയായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല, അപ്പോഴേക്കും കഴിഞ്ഞു. പിന്നെ ഒരു സാധനം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു, ചീട എന്നാണ് ഇതിൻ്റെ പേര് എഴുതി തന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നാടൻ തേന്. ചീട നല്ല ടേസ്റ്റ് ഉണ്ടോ? അപ്പം അത്രേ ഉള്ളൂ. 9:45 അപ്പം ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. അപ്പം ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ കേട്ടോ. ബൈ.